ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി നേരത്തെ നിശ്ചയിച്ച സർവകക്ഷി യോഗം തുടങ്ങി മന്ത്രിമാരായ AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജെയിനസ് രാജുവാണ് വിവരങ്ങളുമായി. ജെയിൻ, വലിയ പ്രതിഷേധം ഇടുക്കിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിന് പിന്നാലെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നു. എന്തൊക്കെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്? ആരെല്ലാം പങ്കെടുക്കുന്നുമുണ്ട്? രതീഷ്, ജലവിഭവ വകുപ്പ് മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായിട്ടുള്ള റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായിട്ടാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ MLA മാർ A രാജ, അതോടൊപ്പം തന്നെ MM മണി, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൂന്നാറിലടക്കമുണ്ടായ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് വനം വകുപ്പിന് ഉന്നത ഉദ്യോഗസ്ഥർ ചില യോഗം ചേർക്കുകയും ചില നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകോപനം, അതോടൊപ്പം തന്നെ പുതിയ നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാവുന്നത്. ഇപ്പോഴും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർക്കും മരിച്ചവർക്കും നഷ്ടപരിഹാരം പൂർണ്ണമായും നൽകിയിട്ടില്ല എന്നൊരു പരാതി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പ് പരമാവധി 7 മാസം കഴിഞ്ഞ 7-ാം മാസം വരെയുള്ള നഷ്ടപരിഹാരങ്ങൾ വിതരണം ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യോഗങ്ങളും സർവകക്ഷി യോഗങ്ങളും ചർച്ചകളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മറയൂരിൽ ഒരു കർഷകന് നേരെ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായി. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പന്നിയാർ എസ്റ്റേറ്റിൽ തുടർച്ചയായി അരിക്കൊമ്പൻ തകർത്തിരുന്ന റേഷൻ കട, അതിന് സോളാർ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും ആ സോളാർ ഫെൻസിംഗ് ഒക്കെ തകർത്ത് ആ റേഷൻ കട തകർക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരം ചർച്ചകളും പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള നടപടികളുമൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ വന്യജീവി ആക്രമണം ഓരോ ദിവസവും തുടർച്ചയായി കൂടി വരുന്നു. ഇനി മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ പരിക്കേറ്റ ആളുടെ നില അത് ഗുരുതരമാണ് എന്നതാണല്ലോ വിവരം. മംഗളംപാറ സ്വദേശി അന്തോണി മുത്തുതങ്കയ്യ എന്നയാൾക്കാണ് പരിക്കുപറ്റിയത്. കൃഷിയിടത്തിൽ വെച്ചാണ് അന്തോണിയെ കാട്ടുപോത്ത് ആക്രമിച്ചത്. എപ്പോഴായിരുന്നു ഈ സംഭവം? സാധാരണ കാട്ടുപോത്ത് സ്ഥിരമായി ഇറങ്ങുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ, ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണോ ഇത്? തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി കൃഷിയിടത്തിലേക്ക് വെള്ളം തിരിക്കുന്നതിനിടയിൽ കാട്ടുപോത്ത് പിന്നിൽ നിന്ന് വന്ന് ആക്രമിക്കുകയായിരുന്നു. അന്തോണി തങ്കയ്യ എന്ന് പറയുന്ന ആൾക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തിന് ഏതാണ്ട് 60-65 വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹത്തെ പിന്നിൽ നിന്ന് ആക്രമിച്ച ശേഷം പിന്നീട് വീണ്ടും ആക്രമിക്കാൻ മുതിരാതെ കാട്ടുപോത്ത് പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം ഒരുപക്ഷെ അവിടെ ഉണ്ടാകുമായിരുന്നു. ഉടനെ തന്നെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അവർ വിളിച്ചതനുസരിച്ച് മറ്റാളുകൾ എത്തി ഇദ്ദേഹത്തെ ചുമന്ന് പുറത്തെത്തിച്ച് ജീപ്പിലാണ് മറയൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിനു മുമ്പും കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരണം സംഭവിച്ച ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് തീർച്ചയായിട്ടും കാട്ടുപോത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. മറയൂർ സാൻഡൽ ഡിവിഷൻ്റെയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. കാട്ടുപോത്തുകൾ ഇഷ്ടമാതിരിയുള്ള സ്ഥലമാണ്. ഇതിനു മുമ്പ് പലതവണ ഇത്തരം സംഭവങ്ങൾ വാച്ചർമാർക്കടക്കം കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്.